നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ നീണ്ടു നിൽക്കുകയാണ്. എത്ര ശ്രമിച്ചിട്ടും പരിഹാരം കാണാനായിട്ട് കഴിയുന്നില്ല. ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് സാധാരണ ഒരു കാര്യമല്ല. ഇത് ഗുരുവായൂരപ്പന്റെ ദിവ്യ സൂചനയാണ്. ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒരു വ്യക്തമായ ഉത്തരമാണ്. നിങ്ങളുടെ പ്രശ്നത്തിന് ദൈവം കാണിക്കുന്ന വഴിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ 3 ഭാവങ്ങളിൽ ഗുരുവായൂരപ്പനെ കാണാം. 1, 2, 3 എന്നീ നമ്പർ ഇട്ടുകൊണ്ട് 3 ചിത്രങ്ങളാണ് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. ഇവയിൽ നിങ്ങൾക്ക് ഏറ്റവും ആകർഷിക്കപ്പെടുന്ന ഒരു ഭാവം, അതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ചിന്തിച്ചെടുത്ത് തിരഞ്ഞെടുക്കരുത്. നിങ്ങളുടെ മനസ്സ് പറയുന്നത് കേൾക്കുക. കണ്ണുകൾ ഒരു നിമിഷം അടച്ച് ഗുരുവായൂരപ്പനെ മനസ്സിൽ ധ്യാനിക്കുക. ഭഗവാന്റെ രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും ദുരിതങ്ങളും ഭഗവാന്റെ കാൽക്കൽ സമർപ്പിച്ചുകൊണ്ട് ഓം നമോ നാരായണായ എന്ന് 9 പ്രാവശ്യം ചൊല്ലുക. ശേഷം കണ്ണുകൾ തുറന്ന് ഈ 3 ചിത്രങ്ങളിലേക്കും നോക്കുന്ന സമയത്ത് ഏത് ചിത്രത്തിലേക്കാണോ നിങ്ങളുടെ മനസ്സ് അട്രാക്ട് ചെയ്യപ്പെടുന്നത് ആ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ തന്നെ എല്ലാവരും ഇതിൽ നിന്നും ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഇനി നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്യാം. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഒപ്പം ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രമാത്രം കൃത്യമായി തോന്നുന്നുണ്ട് എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും ഇതിന്റെ ജെന്യൂനിറ്റി, കൃത്യത എത്രമാത്രമാണ് എന്നുള്ളത് തിരിച്ചറിയാൻ അത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ 1-ാം നമ്പർ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. 1-ാമത്തെ ചിത്രം തിരഞ്ഞെടുക്കുന്നവരെ, നിങ്ങൾ എടുത്ത ഈ തിരഞ്ഞെടുപ്പ് യാദൃശ്ചികമല്ല. ഇത് ഗുരുവായൂരപ്പൻ തന്നെയാണ് നിങ്ങളെ ഈ വഴിയിലേക്ക് കൊണ്ടുവന്നത്. ഇപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ ഒരു ഭാരമുള്ള ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പുറത്തുനിന്ന് നോക്കുമ്പോൾ എല്ലാം ശരിയെന്ന പോലെ തോന്നാം. പക്ഷെ ഉള്ളിൽ ഒരു ആശങ്ക, ഒരു ഭയം, ഒരു അനിശ്ചിതത്വം, ഇവയെല്ലാം നിങ്ങളെ അലട്ടുന്നുണ്ട്. നിങ്ങൾ പലപ്പോഴും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാകും, എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത്? എപ്പോഴാണ് എൻ്റെ പ്രശ്നങ്ങൾ തീരുന്നത്? ഈ ചോദ്യങ്ങൾക്ക് ഇന്ന് ഉത്തരമെത്തുകയാണ്. ഗുരുവായൂരപ്പൻ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം ഇതാണ്: നീ ഒറ്റയ്ക്കല്ല. ഗുരുവായൂരപ്പൻ ഇപ്പോൾ നിങ്ങളോട് പറയുന്നത് ഇതാണ്: നിന്റെ പ്രാർത്ഥനകൾ ഞാൻ കേട്ടിട്ടുണ്ട്, നിന്റെ കണ്ണുനീർ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് സാമ്പത്തിക ബുദ്ധിമുട്ട്, കുടുംബത്തിലെ സംഘർഷം, മനസമാധാനക്കുറവ്. ഇതിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നിങ്ങളെ ബാധിച്ചിരിക്കാം. ഇത് ശരിയല്ലേ? ഒരു വലിയ സത്യമുണ്ട് ഇവിടെ. നിങ്ങൾ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഒരുപാട് പരിശ്രമിച്ചു, ഒരുപാട് സഹിച്ചു, പക്ഷേ ഫലം ലഭിച്ചില്ല. അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ അലട്ടപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഈ സ്ഥിതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരിക്കലും ഒരു ശിക്ഷയല്ല, ഇത് ഒരു പരീക്ഷണമാണ്. ഗുരുവായൂരപ്പൻ നിങ്ങളെ കൂടുതൽ ശക്തനായ വ്യക്തിയാക്കാൻ നിങ്ങളെ പരീക്ഷിക്കുകയാണ്. ഇനി എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കാര്യങ്ങൾ പതിയെ പതിയെ മാറാൻ പോവുകയാണ്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ഒരു ചെറിയ അവസരം നിങ്ങളെ തേടിയെത്തും. അതാണ് നിങ്ങളുടെ ജീവിതം മാറ്റുന്ന ടേണിംഗ് പോയിന്റ്. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ചില പരിഹാരങ്ങളുണ്ട്. അതിനെക്കുറിച്ച് പറയാം. 1-ാമത്തെ പരിഹാരം എന്ന് പറയുന്നത് എല്ലാ വ്യാഴാഴ്ച ദിവസങ്ങളിലും ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുന്നിലായിട്ട് അല്ലെങ്കിൽ വിഗ്രഹത്തിന് മുന്നിലായിട്ട് ഒരു ദീപം തെളിയിക്കുക. നെയ്ദീപം തെളിയിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. ഇനി അതിന് സാധിക്കുന്നില്ല എങ്കിൽ സാധാരണ ഒരു ദീപം തെളിയിച്ചാലും മതി. ശേഷം ഗുരുവായൂരപ്പനെ മനസ്സിൽ ഓർക്കുക. ദിവസവും രാവിലെ ഓം നമോ നാരായണായ എന്ന മന്ത്രം 21 തവണ ജപിക്കുക. ഈ കാര്യങ്ങൾ നിങ്ങൾ തുടർച്ചയായിട്ട് 3 മാസം ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. ഇനി ഒരു ചെറിയ രഹസ്യം കൂടെ പറയാം. നിങ്ങൾക്ക് അടുത്തിടെ ഒരു സ്വപ്നം അല്ലെങ്കിൽ ഒരു സൂചന ലഭിച്ചിട്ടുണ്ടാകാം. അത് ദൈവത്തിന്റെ അടയാളമാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങൾ കൂടെയുണ്ട്. അതിൽ 1-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ചുറ്റും ഒരുപാട് നെഗറ്റീവ് ആളുകളുണ്ട്. അവരിൽ നിന്നും നിങ്ങൾ ദൂരെ ഇരിക്കുക അല്ലെങ്കിൽ അവരെ ഒന്ന് സൂക്ഷിക്കുക എന്നതാണ്. നിങ്ങളുടെ പദ്ധതികൾ എല്ലാവരോടും പറയരുത്. കാരണം നിങ്ങളുടെ എനർജി വളരെ വിലപ്പെട്ടതാണ്. 21 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ചെറിയ മാറ്റങ്ങൾ കാണാൻ തുടങ്ങും. മനസ്സിലൊരു ശാന്തി അനുഭവപ്പെടും. ചെറിയ സാമ്പത്തിക പുരോഗതി ഉണ്ടാകും. നിങ്ങളുടെ പ്രശ്നങ്ങൾ, ആ ദുഃഖങ്ങൾ, ദുരിതങ്ങൾ ഒക്കെയും കുറയാൻ തുടങ്ങും.
ഗുരുവായൂരപ്പന്റെ വാഗ്ദാനം ഇതാണ്: നിന്റെ ജീവിതം ഞാൻ കൈകാര്യം ചെയ്യുന്നു. ഈ വാക്ക് നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക. ഒപ്പം ഒരു ചെറിയ പ്രാർത്ഥന കൂടി: ഗുരുവായൂരപ്പ, എൻ്റെ വഴികൾ നീ തുറക്കേണം, എൻ്റെ ഭയം നീ നീക്കേണം, എൻ്റെ ജീവിതം നീ കൈകാര്യം ചെയ്യണം. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് തന്നെ ഒരു അടയാളമാണ്. നല്ല കാലം അടുത്തിരിക്കുന്നു എന്നതിൻ്റെ അടയാളം. വിശ്വാസം മാത്രം കൈവിടരുത്. ഗുരുവായൂരപ്പൻ നിങ്ങളെ കൈവിടില്ല. കമന്റ് ബോക്സിൽ ഗുരുവായൂരപ്പ ശരണം എന്ന് രേഖപ്പെടുത്തുക. ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹം നിങ്ങൾക്കും കുടുംബത്തിനും ഉണ്ടാകട്ടെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശങ്ങളാണ് പറയുന്നത്. രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുക്കുന്നവരെ, നിങ്ങളുടെ ഈ തിരഞ്ഞെടുപ്പ് ഒരു സാധാരണ തിരഞ്ഞെടുപ്പല്ല. ഇത് ഗുരുവായൂരപ്പന്റെ ഒരു ദിവ്യ നിർദ്ദേശമാണ്. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് നിങ്ങളുടെ മനസ്സിനെ തന്നെയാണ്. പുറത്തുനിന്ന് നിങ്ങൾ ശാന്തനായ ആളായി തോന്നാം, പക്ഷെ ഉള്ളില് ഒരുപാട് ചിന്തകളുണ്ട്. ഒരു തരത്തിലുള്ള വിഷമം നിങ്ങളെ അലട്ടുന്നുണ്ട്. എന്തോ ശരിയല്ല എന്നൊരു തോന്നൽ. ഇവയെല്ലാം നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാകും: എനിക്ക് എന്തുകൊണ്ട് മനസമാധാനം കിട്ടുന്നില്ല? എന്തുകൊണ്ട് ഞാൻ ഇത്രയും ഓവർ തിങ്കിങ് ചെയ്യുന്നു? അതിന് ഒരു കാരണമുണ്ട്. ഗുരുവായൂരപ്പന്റെ സന്ദേശം ഇതാണ്: നിന്റെ മനസ്സ് ശാന്തമാകും. ഗുരുവായൂരപ്പൻ ഇപ്പോൾ നിങ്ങളോട് പറയുന്നത്: നിന്റെ ഉള്ളിലെ ഭാരം ഞാൻ കുറയ്ക്കും, നിന്റെ ചിന്തകൾക്ക് ഞാൻ ശാന്തി നൽകും. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നിങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഉറങ്ങാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. ചെറിയ കാര്യങ്ങൾ പോലും വലിയ പ്രശ്നമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഒരുപാട് ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നിങ്ങളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സത്യമാണ്. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ വളരെ സെൻസിറ്റീവായ ഒരാളാണ്. മറ്റുള്ളവരുടെ വാക്കുകൾ നിങ്ങൾക്ക് വേദന നൽകുന്നു. നിങ്ങൾ എല്ലാം മനസ്സിൽ സൂക്ഷിക്കുന്നവനാണ്, അല്ലെങ്കിൽ സൂക്ഷിക്കുന്നവളാണ്. ഇനി ഒരു പ്രധാന സത്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നിങ്ങൾ ഒരിക്കലും മോശമായ അവസ്ഥയിലല്ല നിൽക്കുന്നത്. നിങ്ങളൊരു ട്രാൻസ്ഫോർമേഷൻ ഫേസിലാണ്. നിങ്ങളുടെ ജീവിതം മാറാൻ പോകുന്ന സമയമാണിത്. ഗുരുവായൂരപ്പൻ പറയുന്ന ഒരു രഹസ്യമുണ്ട്. അതിങ്ങനെയാണ്: നിന്റെ മനസ്സ് ശാന്തമാകുമ്പോൾ നിന്റെ ജീവിതം ശരിയായ വഴി കണ്ടെത്തും. ഇനി അതുപോലെ തന്നെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ ഇല്ലായ്മ ചെയ്യാനായിട്ട്, മനസമാധാനം ലഭിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ചില പരിഹാര മാർഗങ്ങളുണ്ട്. ഒന്നാമതായിട്ട്, രാത്രി ഉറങ്ങുന്നതിന് മുൻപായിട്ട് ഗുരുവായൂരപ്പനെ ഓർക്കുക. ഓം നമോ നാരായണായ എന്ന മന്ത്രം 11 തവണ ജപിക്കുക. നിത്യവും രാവിലെ വീട്ടിലൊരു ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നിത്യവും രാവിലെ ഒരു തുളസിയില വെള്ളത്തിലിടുക. ആ വെള്ളം ശുദ്ധമായ മനസ്സോടെ കുടിക്കുക. ഇനി ഒരു സൂചന പറയാം. നിങ്ങൾക്ക് അടുത്തിടെ ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു വാക്ക്, അതുമല്ലെങ്കിൽ ഒരു സന്ദേശം റിപ്പീറ്റായി കാണുന്നുണ്ടാകും. അത് ദൈവത്തിന്റെ സന്ദേശമാണ്. ഇനി നിങ്ങൾ സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടിയുണ്ട്. നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ ഉടൻ പ്രാർത്ഥിക്കുക. ഒറ്റയ്ക്കിരിക്കുമ്പോൾ നല്ല സംഗീതം കേൾക്കുക. 11 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ മാറ്റങ്ങൾ അനുഭവപ്പെടും. മനസ്സിൽ ശാന്തി, നല്ല ഉറക്കം, പോസിറ്റീവ് ചിന്തകൾ, ഇവ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരും. ഇനി ഗുരുവായൂരപ്പൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു വാഗ്ദാനമുണ്ട്: നിന്റെ മനസ്സ് ഞാൻ സുഖപ്പെടുത്തും. ഈ വാക്ക് വിശ്വസിക്കുക. ഒപ്പം ഒരു പ്രാർത്ഥന കൂടിയുണ്ട്: ഗുരുവായൂരപ്പ, എൻ്റെ മനസ്സ് ശാന്തമാക്കണം, എൻ്റെ ചിന്തകൾ നിയന്ത്രിക്കണം, എനിക്ക് സമാധാനം തരയണം. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഒരു കാരണത്താലാണ്. നിങ്ങൾക്ക് ശാന്തി ലഭിക്കാൻ പോകുന്നു. നിങ്ങളുടെ മനസ്സ് ശാന്തമായാൽ നിങ്ങളുടെ ജീവിതം സ്വയം ശരിയാകും. കമന്റ് ബോക്സിൽ കൃഷ്ണ ശരണം എന്ന് രേഖപ്പെടുത്തുക. ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശങ്ങളായിട്ട് പറയാനുള്ളത്. നിങ്ങൾക്കും കുടുംബത്തിനും ഭഗവാന്റെ അനുഗ്രഹം എന്നും എപ്പോഴും ഉണ്ടാകട്ടെ. ഇനി അടുത്തതായിട്ട് മൂന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശമാണ് പറയുന്നത്. മൂന്നാമത്തെ ചിത്രം തിരഞ്ഞെടുക്കുന്നവരെ, നിങ്ങൾ എടുത്ത ഈ തിരഞ്ഞെടുപ്പ് സാധാരണ ഒന്നല്ല. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കമാണ്. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ഒരു വലിയ മാറ്റം വരാനിരിക്കുകയാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും, എന്തെങ്കിലും നല്ലത് സംഭവിക്കാനിരിക്കുകയാണോ? അതെ, അത് ശരിയാണ്. ഗുരുവായൂരപ്പന്റെ സന്ദേശം ഇങ്ങനെയാണ്: ഇത് നിന്റെ സമയമാണ്. ഗുരുവായൂരപ്പൻ ഇപ്പോൾ നിങ്ങളോട് പറയുന്നത്, നീ ഇത്രയും കാലം കാത്തിരുന്നതിന് ഇപ്പോൾ ഫലം ലഭിക്കും എന്നതാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നിങ്ങൾ ഏറെക്കാലമായിട്ട് ശ്രമിക്കുകയാണ്, കാത്തിരിക്കുകയാണ്, വിശ്വസിക്കുകയാണ്. പക്ഷെ കാര്യങ്ങൾ വളരെ സ്ലോ ആയിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചിലപ്പോൾ നിരാശ തോന്നിയത്. ഇനി ഒരു വലിയ സത്യമുണ്ട്: നിങ്ങളുടെ കഷ്ടപ്പാട് വെറുതെ ആയിട്ടില്ല. ദൈവം എല്ലാം കാണുന്നുണ്ട്. ഇപ്പോൾ റിവാർഡ് ലഭിക്കാൻ പോവുകയാണ്. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
അടുത്ത ദിവസങ്ങളിൽ ഒരു നല്ല വാർത്ത അല്ലെങ്കിൽ ഒരു നല്ല അവസരം, ഇനി അതുമല്ലെങ്കിൽ ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. ഒരു ടേണിംഗ് പോയിന്റ്, നിങ്ങളുടെ ജീവിതം കംപ്ലീറ്റ് മാറാൻ പോകുന്ന ഒരു ഘട്ടം ഇതാണ്. നിങ്ങൾക്ക് ഒരു ചാൻസ് ലഭിക്കും, അത് മിസ് ചെയ്യരുത്. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ തരണം ചെയ്യാനായിട്ട് ചെയ്യേണ്ട ചില പരിഹാര മാർഗങ്ങളുണ്ട്. ദിവസവും രാവിലെ സൂര്യഭഗവാനെ നോക്കി പ്രാർത്ഥിക്കുക. ഓം നമോ നാരായണായ അല്ലെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം ദിവസവും 21 തവണ ജപിക്കുക. ആഴ്ചയിൽ ഒരു ദിവസം, സാധിക്കുമെങ്കിൽ വ്യാഴാഴ്ച ദിവസം, ഗുരുവായൂരപ്പന്റെ ചിത്രത്തിന് മുന്നിൽ ഒരു നെയ്ദീപം തെളിയിക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ 3 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും. ഇനി ഒരു രഹസ്യ സൂചന കൂടിയുണ്ട്. നിങ്ങൾക്ക് അടുത്തിടെ ഒരേ നമ്പർ റിപ്പീറ്റായി കാണുന്നുണ്ടാകാം, ഒരേ സ്വപ്നം നിങ്ങൾ കാണുന്നുണ്ടാകാം. ഇതൊരു സൈനാണ്, ദൈവം നിങ്ങളോട് സംസാരിക്കുകയാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഈ സമയത്ത് അഹങ്കാരം വരരുത്. നിങ്ങളുടെ പ്ലാൻ എല്ലാവരോടും പറയരുത്. വളരെ വേഗത്തിൽ നിങ്ങൾക്ക് അനുഭവപ്പെടും സാമ്പത്തിക പുരോഗതി, നല്ല അവസരങ്ങൾ, സന്തോഷം എന്നിവ. ഇതെല്ലാം തന്നെ നിങ്ങളുടെ കർമ്മത്തിന്റെ ഫലമാണ് എന്നത് നിങ്ങൾ തിരിച്ചറിയുക. ഗുരുവായൂരപ്പൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു വാഗ്ദാനമുണ്ട്. നിന്റെ ജീവിതം ഞാൻ ഉയർത്തും. ഈ വാക്ക് വിശ്വാസത്തോടെ സ്വീകരിക്കുക. അതോടൊപ്പം തന്നെ ഒരു പ്രാർത്ഥന പറയുക. ഗുരുവായൂരപ്പ, എനിക്ക് ലഭിക്കുന്ന അവസരങ്ങൾ ശരിയായി ഉപയോഗിക്കാൻ സഹായിക്കണം. എൻ്റെ ജീവിതം നല്ല വഴിയിലേക്ക് നയിക്കണം. നിങ്ങൾ ഈ വീഡിയോ കണ്ടത് ഒരു കോയിൻസിഡൻസ് അല്ല, ഇതൊരു ഡിവൈൻ സിഗ്നൽ ആണ്. നല്ല കാലം തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങളുടെ സമയം എത്തിയിരിക്കുന്നു. ഇത് നിങ്ങളുടെ ഉയർച്ചയുടെ തുടക്കമാണ്. കമന്റ് ബോക്സിൽ ഗുരുവായൂരപ്പ രക്ഷിക്കണമേ എന്ന് കമന്റ് രേഖപ്പെടുത്തുക. നിങ്ങൾക്കും കുടുംബത്തിനും ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം എന്നും എപ്പോഴും ഉണ്ടാകട്ടെ. ഇത്രയും കാര്യങ്ങളാണ് 3ാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശങ്ങളായിട്ട് പറയാനുള്ളത്. ഇന്ന് നിങ്ങൾ കണ്ടത് ഒരു സാധാരണ വീഡിയോ അല്ല, ഗുരുവായൂരപ്പന്റെ ദിവ്യ സൂചനയാണിത്. നിങ്ങൾ വിശ്വാസത്തോടെ ഞാനിവിടെ പറഞ്ഞ പരിഹാര മാർഗങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉറപ്പാണ്. ഈ വീഡിയോ നിങ്ങളെ സഹായിച്ചെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഗുരുവായൂരപ്പ ശരണം എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നന്ദി.